وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. كلا سيعلمون ثم كلا سيعلمون. ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുകയും ജീവിക്കുന്ന കാലം വരെ യഥാർത്ഥ ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹനീയമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ വസൂയത്ത് നൽകുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാകാത്ത വേദനകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തുണ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ നാം തുടക്കം കുറിച്ചിരുന്നത് 24-ാം അധ്യായമായ സൂറത്തു നൂറാണ്. സൂറത്തു നൂറിൽ നിന്നാണ് നാം പഠനം ആരംഭിച്ചത്, അഥവാ 18-ാം ജുസ്ഇൽ നിന്ന്. ഇന്ന് 29 ജുസ് സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ പൂർണ്ണമാകുമ്പോൾ ഏറെ സന്തോഷവും ആഹ്ലാദവും, എന്തെന്നില്ലാത്ത സനാബിലിൻ്റെ തുടക്കത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷവും അഭിമാനവും ആഹ്ലാദവും ഒക്കെയുണ്ട്. 12 ജുസ്ഓളം പഠിക്കാൻ നമുക്ക് കഴിഞ്ഞു. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന വലിയ സന്തോഷം സനാബിലിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കുണ്ട്. ഇതിനു വേണ്ടി തുടക്കം കുറിച്ച, ഇതിനു വേണ്ടി പ്രയത്നിച്ച, സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 24-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി 78-ാമത്തെ അധ്യായമാണ് ഇന്ന് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. 78-ാം അധ്യായമായ സൂറത്തു നബഅ് എന്നാൽ വൃത്താന്തം എന്നാണ് അർത്ഥം. വൃത്താന്തം 40 ആയത്തുകളാണ് 78-ാം അധ്യായത്തിലുള്ളത്. ഒന്നാമത്തെ ക്ലാസ്സിൽ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത്. പഠിക്കുക, പകർത്തുക, എങ്ങനെയെല്ലാം മറ്റുള്ളവരിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തും, കുടുംബ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്തും, യൂട്യൂബ് ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് മറ്റുള്ള ആളുകളെ എത്തിച്ചുമൊക്കെ ഈ ഖുർആൻ പഠന പദ്ധതിയിൽ നിങ്ങൾ കണ്ണികളാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമ്മ എന്തിനെക്കുറിച്ചാണ്?
അമ്മ എന്തിനെക്കുറിച്ചാണ്, സഅല ചോദിച്ചു, യതസാഅലൂൻ അവർ പരസ്പരം ചോദിക്കുന്നത്, അവർ പരസ്പരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്. അമ്മ യതസാഅലൂൻ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ, അവിശ്വാസികളായ മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സ്വഹാബത്തിനോടും വിശ്വാസികളോടുമൊക്കെ പല ചോദ്യങ്ങളും വാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ പതിവായിരുന്നു. പല തർക്കങ്ങളും വിതർക്കങ്ങളും അവർ നടത്തും. ഏറ്റവും കൂടുതൽ അവർ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നത് ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്നും അങ്ങനെ മരണാനന്തരം മറ്റൊരു യഥാർത്ഥ ജീവിതമുണ്ടെന്നും ആ ലോകത്ത് വെച്ച് ഭൗതികമായ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കർമ്മങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്, സത്യത്തെക്കുറിച്ചാണ് മുശ്രിക്കുകൾ ഏറ്റവും കൂടുതൽ നിഷേധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും പല വിധത്തിലുള്ള ചോദ്യങ്ങളും പരിഹാസങ്ങളും നിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നത് പരലോകത്തെക്കുറിച്ചായിരുന്നു. അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്, അമ്മ യതസാഅലൂൻ എന്തിനെക്കുറിച്ചാണ് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിന്നബഇൽ അളീം നബ വർത്തമാനം, അനിന്നബ വർത്തമാനത്തെക്കുറിച്ചാകുന്നു. ഏത് വർത്തമാനത്തെക്കുറിച്ചാണ് അവർ ചർച്ച നടത്തുന്നത്, പരസ്പരം ചോദ്യം ചെയ്യുന്നത്? അൽ അളീം ഏറ്റവും വമ്പിച്ച മഹത്തായ വൃത്താന്തത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അന്ത്യനാളിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിന്നബഇൽ അളീം അതേ ആ മഹത്തായ വൃത്താന്തത്തെക്കുറിച്ച്. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ അല്ലദീ ഹും ഫീഹി അതായത് ഒരു കാര്യം, ഹും ഫീഹി അവർ അതിൽ മുഖ്തലിഫൂൻ വ്യത്യസ്തമായ അഭിപ്രായക്കാരാണ്. അവർ ഭിന്നാഭിപ്രായക്കാരാവുന്നുവോ ആ കാര്യം തന്നെ, അതിൽ അവർ പരസ്പരം ഭിന്നാഭിപ്രായവും ഭിന്ന സ്വരങ്ങളുമുള്ള ആ കാര്യത്തിൽ അവർ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കല്ലാ സയഅലമൂന സുമ്മ കല്ലാ സയഅലമൂൻ കല്ലാ സയഅലമൂൻ കല്ലാ അങ്ങനെ വേണ്ട, നിങ്ങൾ തർക്കിച്ചിരിക്കേണ്ടതല്ല. സയഅലമൂന ശേഷം അവർ അറിയുക തന്നെ ചെയ്യും, അവർക്ക് വഴിയെ അറിയാറാകും. കല്ലാ സയഅലമൂൻ അങ്ങനെ വേണ്ട, അവർ വഴിയെ അറിയും. സുമ്മ കല്ലാ സയഅലമൂൻ പിന്നെ വീണ്ടും അങ്ങനെ വേണ്ട, അവർക്ക് വഴിയെ അറിയാറാകും. അവർ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന, പരിഹസിച്ച് ആശ്ചര്യത്തോടെ, ധിക്കാരത്തോടെ, നിഷേധത്തോടുകൂടെ അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്ന പരലോകം, അതിൻ്റെ ഭയാനകതയും ശിക്ഷയും എല്ലാം അവർക്ക് ശേഷം അവർ അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 6-ാമത്തെ ആയത്ത് മുതൽ ഓരോ ഭൗതികമായ ആ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും എടുത്തുദ്ധരിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്. ഇതൊക്കെ നൽകുന്നത് കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ എനിക്ക് കഴിയുമെങ്കിൽ, എല്ലാം ചെയ്തു തരുന്നത് ഞാനാണെങ്കിൽ, അത് ചെയ്യുന്നതിൽ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ലെങ്കിൽ, നിങ്ങളെയൊക്കെ മരണപ്പെടുത്തിയതിന് ശേഷം വീണ്ടും പുനർജീവിപ്പിക്കുവാനും എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുവാനും വിചാരണ ചെയ്യുവാനും നന്മകൾക്ക് പ്രതിഫലവും അതേ പ്രകാരം ചെയ്ത തിന്മകൾക്ക് കൃത്യമായ ശിക്ഷയും നൽകാൻ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നമ്മയൊക്കെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ് ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഏതൊക്കെയാണ് ആ ദൃഷ്ടാന്തങ്ങൾ? നോക്കൂ. ഒന്ന്, അലം നജ്അലിൽ അർള മിഹാദാ. അല്ലാഹു ചോദിക്കുക, അലം നജ്അലി നാമല്ലയോ ആക്കിയത്, നാം ആക്കിയില്ലേ? ജഅല ആക്കി, നജ്അൽ നാം ആക്കി, അലം നജ്അൽ നാം ആക്കിയില്ലേ? അൽ അർള ഭൂമിയെ, മിഹാദ ഒരു വിരിപ്പെന്നോണം ആക്കിയില്ലേ? ഭൂമിയെ നാം ഒരു വിരിപ്പെന്നോണം ആക്കിയില്ലേ? ഒരു തൊട്ടില് പോലെ, ഒരു വിരിപ്പ് പോലെ ആക്കിയില്ലേ?
ഇതൊക്കെ നമ്മൾ മുമ്പുള്ള പല സൂറത്തുകളും വിശദീകരിച്ചതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പെന്നോണം ആക്കിയില്ലേ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സുഖാഡംബരങ്ങളും ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും, അതിൽ നിന്ന് ആ ഭൂമി ഇളകാതെ അത് മറയാതെ മറഞ്ഞു പോകാതെ എല്ലാവിധ സൗകര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഭൂമി ആക്കി തന്നില്ലേ? ആ ഭൂമിയെ അത്തരത്തിൽ ഒരു വിരിപ്പെന്നോണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങളോടെ ഭൂമിയെ നിർമ്മിച്ചിട്ടുള്ളത്, അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഞാനാണ് കൂട്ടരെ, അതിൽ മറ്റൊരാൾക്കും പങ്കില്ല. ഒന്ന്. രണ്ടാമത്തത് വൽ ജിബാല ഔതദാം, വൽ ജിബാല മലകളെയും നാം ആക്കിയില്ലേ, ഔതാദ ആണികൾ ഉണ്ടാക്കി, കുറ്റികളാക്കി, മലകളെ ഭൂമിക്ക് ആണികളാക്കിയില്ലേ? ഭൂമിക്ക് ഒരു ആണിയാണെന്ത്? ആണി സാധാരണ നമ്മൾ ഇളകിപ്പോകാതിരിക്കാൻ അല്ലേ, ആണി തറക്കുന്നത് ഒരു സാധനം മറ്റു അടിച്ച് അതിനെ ഉറപ്പ് വരുത്തുവാനാണ്. അതേപോലെ ഭൂമിയെ അല്ലാഹു തആല ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി അതിശക്തമായി ഉറച്ചു നിൽക്കാനുള്ള ആണിയാക്കിയിട്ട് മലകളെ അല്ലാഹു നിർമ്മിച്ചു, സൃഷ്ടിച്ചു. വൽജിബാല ഔതദാ, മലകളെ ഭൂമിക്ക് ആണികളും ആക്കിയില്ലേ ഞാനാണതാക്കിയത്. മലകളെ ഭൂമിക്ക് ആണിയാക്കുന്നതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇല്ല. എല്ലാം നിർവഹിച്ചത് ഞാനാണെങ്കിൽ മരിച്ചതിന് ശേഷം നിങ്ങളെ ജീവിപ്പിക്കാൻ എനിക്ക് ഇത്ര പ്രയാസമൊന്നുമില്ല എന്നാണ് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. വഖലഖനാകും അസ്വാജ, വഖലഖനാ നാം സൃഷ്ടിച്ചു, ഖലഖ സൃഷ്ടിച്ചു, ഖലഖന നാം സൃഷ്ടിച്ചുക്കും നിങ്ങളെ അസ്വാജ ഇണകളാക്കി, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാവരും ആണായിരുന്നുവെങ്കിൽ, എല്ലാം പെണ്ണായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ഘടന തന്നെ മാറുമായിരുന്നു. എല്ലാം ഒരു 100 കൊല്ലം കൊണ്ട് എല്ലാം അസ്തമിക്കുമായിരുന്നു. എന്നാൽ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തങ്ങളായി അസ്വാജുകളാക്കി ഇണകളാക്കി സൃഷ്ടിച്ചത് നാമാണ്. മനുഷ്യരിൽ മാത്രമല്ല, എല്ലാറ്റിലും ഇണകളുണ്ട്. എല്ലാത്തിനെയും നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചതും നാമാകുന്നു. മനസ്സിലായില്ലേ? അതും ഞാനാണ്. അതേ പ്രകാരം വജഅൽന നൗമക്കും സുബാത, വജഅൽന നാം ആക്കുകയും ചെയ്തു, നൗമക്കും നിങ്ങളുടെ ഉറക്കിനെ, നൗമ് ഉറക്കും നിങ്ങളുടെ, വജഅൽന നാം ആക്കുകയും ചെയ്തു, നൗമക്കും നിങ്ങളുടെ ഉറക്കിനെ, സുബാത്ത വിശ്രമമാക്കുകയും ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് വലിയ പ്രയാസത്തോടുകൂടെ വീട്ടിലെത്തി ആ രാത്രി ഒന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോഴേക്ക് അവന്റെ എല്ലാവിധ ക്ഷീണങ്ങളും പമ്പ കടക്കുന്ന രീതിയിൽ ഉറക്കിനെ നാം ഒരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. അത് നാമാണ് ചെയ്തത്. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്ക് നാം നിങ്ങൾക്ക് ഒരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽനൽ ലൈല ലിബാസ, വജഅൽനാ നാം ആക്കുകയും ചെയ്തു, അല്ലൈല രാത്രിയെ, ലിബാസൻ ഒരു വസ്ത്രമാക്കുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രമാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽനൻ നഹാറ മഅശ, വജഅൽന നാം ആക്കിയ നഹാറ പകലിനെ, മഅശൻ ഉപജീവിതം അന്വേഷിക്കുന്നത്, ഉപജീവിത മാർഗത്തിന് വേണ്ടിയുള്ള മാർഗം അന്വേഷിക്കാനുള്ള സമയമാക്കി നാം പകലിനെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. വജഅൽന ലൈല ലിബാസൻ വജഅൽന നഹാറ മഅശ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവും പകലിനെ നാം നിങ്ങൾക്ക് ജീവിത സന്ധാരണ വേളകളുമാക്കി മാറ്റിയിരിക്കുന്നു. അതൊക്കെ നാമാണ് ചെയ്തത്. നോക്കൂ, അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത് വജഅൽന, നാമാണ് ആക്കിയത്, നാം ആക്കി. അള്ളാഹു ഇത് ആ പദം തന്നെയും മറ്റൊരാൾക്കും അതിൽ പങ്കില്ല. നാമാണ് ആക്കിയത്. വഖലഖന, നാമാണ് സൃഷ്ടിച്ചത്. അലം നജഅലി, നാം ആക്കിയില്ലയോ? ഇതൊക്കെ അല്ലാഹു തആല ചോദിക്കുന്നു. ഞാനാണ് അതൊക്കെ ചെയ്തത്, അതിൽ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ 11 ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന പാഠം, ഞാനും നിങ്ങളുമൊക്കെ ഓരോ ദിവസവും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന 7 ദൃഷ്ടാന്തങ്ങൾ ഈ 11 ആയത്തിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ അടയാളങ്ങളും ഈ ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹവുമാണ്, വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, ഞാൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു.
ഏതൊക്കെ അനുഗ്രഹങ്ങളാണ്, ഏതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഒന്നാമത്തത്, ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല ഉള്ളത്. മനുഷ്യൻ, ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികൾക്കും അവർക്ക് ജീവിക്കാൻ പറ്റാവുന്ന വിധത്തിലാണ് അല്ലാഹു തആല ഭൂമിയെ ഒരുക്കി വെച്ചിട്ടുള്ളത്. വൽ അർള, ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? മിഹാദ, അതിനെ ഒരു വിരിപ്പെന്നോണം അല്ലാഹു തആല വിധാനിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും ജീവിത സന്ധാരണത്തിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഭൂമി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്, വൽ ജിബാല ഔചാദ, ഭൂമിക്ക് ഒരു ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളെന്നോണം അതിൻ്റെ പർവ്വതങ്ങളെ അല്ലാഹു തആല സ്ഥാപിച്ചു എന്നതാണ്. അതും വലിയ ദൃഷ്ടാന്തമാണ്, നമുക്ക് വലിയ അനുഗ്രഹമാണ്. മൂന്നാമത്തത്, വഖലഖനാകും അസ്വാജ, എല്ലാവരെയും ആണാക്കാതെ എല്ലാവരെയും പെണ്ണാക്കാതെ ആണും പെണ്ണും കെട്ടവനാക്കാതെ മനുഷ്യരെ, പ്രത്യേകിച്ച് മനുഷ്യരെ എന്തു ചെയ്തു? അല്ലാഹു ഇണകളാക്കി ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നത് വലിയ അനുഗ്രഹമാണ്, വലിയ ദൃഷ്ടാന്തമാണ്. അതേ പ്രകാരം എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ ആ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ക്ഷീണം അകറ്റാൻ നാം ചെയ്യാറുള്ളത് വിശ്രമിക്കുക എന്നതാണ്, അല്ലേ? വിശ്രമിക്കുക എന്നതാണ്. അപ്പൊ രാവിലെ പകലിൽ ഉണ്ടാകുന്ന വേദനകളും രോഗങ്ങളും ശരീരത്തിന്റെ അസ്വസ്ഥതകളുമെല്ലാം അതേ പ്രകാരം പകലിലെ ജോലി തിരക്കുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നുമുള്ള ഒരു വിശ്രമമാണ്, ഒരു ശാന്തമായ ഒരു അവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാ നൗമക്കും സുബാത, നിങ്ങൾക്ക് ഉറക്കം ഒരു വിശ്രമമാക്കി തന്നു. അതും വലിയ അനുഗ്രഹമാണ്. ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിലുള്ള വിഷമം നമുക്കറിയാം. ഉറങ്ങാൻ പറ്റാതിരുന്നാൽ പിറ്റേന്ന് നമുക്കുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കം കുറച്ചൊന്നുമായിരിക്കില്ല. അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അതേ പ്രകാരം അഞ്ചാമത്തെ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു തആല രാത്രിയെ കേവലം വസ്ത്രം കണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞു സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ വജഅൽനൽ ലൈല ലിബാസ, നിങ്ങൾക്ക് നാം ഒരു വസ്ത്രമാക്കിയിരിക്കുന്നു എന്നതാണ്. അതേ പ്രകാരം വജഅൽനൻ നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു. ഭൂമിയിൽ എത്രയോ കാര്യങ്ങൾക്ക് നമ്മുടെ പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ അന്നം തേടിയുള്ള യാത്രകൾ, ജോലികൾ എല്ലാം മിക്കവാറും നാം ചെയ്യാറുള്ളത് പകലിലാണ്. അപ്പൊ ജീവിതാവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യാനും മറ്റുമുള്ള അവസരമാക്കി പകലിനെയും ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ്? മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയില്ലെന്നും മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്നും ആ പരലോകത്തിലേക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ബോധ്യപ്പെടുത്താനാണ് ആ പരലോകത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.